ഹായ് ഓൾ വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടല്ലോ, എൻ്റെ മോള് പറമ്പിൽ കുറേ അമ്പഴങ്ങ കണ്ടപ്പോൾ പറിച്ച് അത് അമ്പഴങ്ങ ഉപ്പിലിട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ സാധാരണ അമ്പഴങ്ങ കുറച്ചേ കിട്ടാറുള്ളൂ ഇതിന് മുന്നൊക്കെ. അപ്പോൾ ഞാൻ ഇത് അപ്പുറത്ത് വീട്ടിൽ കൊടുക്കും, അവരിങ്ങനെ ചെറിയ അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അവൾ പറഞ്ഞു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. വളരെ സിമ്പിളാണ്. കുറച്ച് തിളപ്പിച്ച വെള്ളം വേണം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചൊറുക്കയും ഉപ്പും മുളകും ആഡ് ചെയ്താൽ നമ്മുടെ ഉപ്പിലിട്ട അമ്പഴങ്ങ റെഡി.
ഈ ഉപ്പിലിട്ട അമ്പഴങ്ങ ഉണ്ടല്ലോ ഒരു 3 ദിവസം, 2 ദിവസം മതി. 2 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും. കുറച്ച് കൂടുതൽ ഉപ്പിടണം കേട്ടോ. കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തൊട്ടൊക്കെ കഴിച്ചു തുടങ്ങാം. ഇവിടെ രണ്ടാമത്തെ ദിവസം തൊട്ട് കഴിച്ചു തുടങ്ങി. അപ്പം ഞാൻ നമ്മുടെ അമ്പഴങ്ങയുടെ ചെടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാണ് അമ്പഴങ്ങയുടെ ചെടി. ചെടിയാണ്, ചെറുതാണ്, പക്ഷെ അതിനകത്ത് ഇപ്രാവശ്യം കുറേ ഉണ്ടായി. കുറേ പറിക്കാനുണ്ടായി. കണ്ടില്ലേ ഉപ്പിലിട്ടത്? അത്ര അധികം ഉണ്ടായിരുന്നു. കറിവേപ്പില നട്ടുപിടിപ്പിക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്താൽ പിടിക്കത്തില്ല. എന്നാൽ ഇവിടെ ഒരു കറിവേപ്പില ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു എന്നറിയില്ല, എങ്കിലും വളരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ കറിവേപ്പിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത്? കാര്യം നമ്മുടെ മുറ്റത്ത് കറിവേപ്പില ഉണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ആ നേരത്ത് ഓടിപ്പോയി പറിച്ച് എടുത്തുകൊണ്ട് വന്ന് കറിക്കിടാൻ മടി വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പല രീതിയിലും ഞാൻ നോക്കിയിട്ടുണ്ടോ, പേപ്പറിൽ പൊതിഞ്ഞും അതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് തിരിച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആ സാധനമൊക്കെ കീറി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ബെസ്റ്റ്, എനിക്ക് മനസ്സിലായ ബെസ്റ്റ് വേ ഓഫ് പ്രിസർവിങ് അല്ലെങ്കിൽ സ്റ്റോറിങ് കറിവേപ്പില.
കറിവേപ്പില നന്നായി കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കേടുള്ളത് കാട്ടി കളഞ്ഞിട്ട് നന്നായി ഉണക്കാൻ വെക്കണം കേട്ടോ. എയർ ഡ്രൈ ചെയ്യാൻ വെക്കണേ. അപ്പോൾ കറിവേപ്പില അവിടെ വിതറി വെച്ചിട്ടുണ്ട്, ഉണങ്ങട്ടെ. അപ്പോൾ നേരം കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള പരിപ്പ് കറി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിൾ പക്ഷെ നല്ല ടേസ്റ്റി. കറിവേപ്പില നന്നായി ഉണങ്ങിയെന്ന് കണ്ടാൽ നല്ല ഉണങ്ങിയ ചില്ലുകുപ്പി എടുത്ത് അതിനകത്ത് നിറച്ചിടാം. കുത്തി നിറച്ചിടാം, കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രിഡ്ജിനകത്ത് എടുത്ത് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായി അടച്ചു പൂട്ടി ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. കുറേ നാൾ നിൽക്കും.
എൻ്റെ ഈ ചെറിയ ചെറിയ ഹോം വ്ലോഗും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.